ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം 54 സങ്കീർത്തനത്തിൻ്റെ 7 തിരുവചനത്തിൽ ഇപ്രകാരം സങ്കീർത്തനക്കാരൻ പറയുന്നു: അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ ലോകത്ത് കഷ്ടങ്ങളായിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ നമ്മെ അകന്നു പോകുമ്പോൾ, കഷ്ടം നേരിടുമ്പോൾ സ്നേഹിതന്മാരും മിത്രന്മാർ അകന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു, ആരൊക്കെ മാറിപ്പോയാലും തൻ്റെ ഭക്തനെ കൈവിടാതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരത്തെക്കുറിച്ച് നമ്മെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തിയ കുഞ്ഞെ, ആരൊക്കെ മാറിപ്പോയാലും മാറാത്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ആശ്രയിക്കുന്നവരായി മാറുക. സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് പറയുകയാണ്: അപ്പനും അമ്മയും ഉപേക്ഷിച്ചു ഇപ്പോൾ വനാന്തരങ്ങളിൽ ആടുമേയിച്ച് നടക്കുമ്പോൾ താനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അറിയുന്ന ദൈവത്തിൻ്റെ കരം തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് തന്നെ അനുഗ്രഹമാക്കിയ, തന്നെ മാനിച്ച, തൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ തന്നെ ഉയർത്തിയ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തെക്കുറിച്ച് പാടുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുക, തൻ്റെ കഴിവ് കൊണ്ടോ തനിക്ക് കവിണയേറിലുള്ള പരിചയം കൊണ്ടോ പ്രാവീണ്യം കൊണ്ടോ അല്ല താന് ഗോലിയാത്തിനെ കൊല്ലുവാനിടയായത്, മറിച്ച് ദൈവത്തിൻ്റെ കൃപ തന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് തന്നെ മാത്രമല്ല ഇസ്രായേലിനെ മുഴുവൻ വെല്ലുവിളിച്ച് അവരെ ഭയവികലരാക്കി നിർത്തിയ ശത്രുവിൻ്റെ നടുവിൽ തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകം ആ മല്ലനായ ഗോലിയാത്തിനെ ജയിപ്പാൻ പ്രാപ്തമാക്കിയെങ്കിൽ നമ്മെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവയ്ക്കുന്ന, നാം നേരിടുന്ന ഏത് കഷ്ടങ്ങളുടെ നടുവിൽ നിന്നും കർത്താവ് നമ്മെ വിടുവപ്പാനുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ലോകം ഇന്ന് അവൻ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും, പലരുടെയും ജീവിത സന്ധാനത്തുള്ള വഴികൾ അടയപ്പെടുമ്പോഴും, പല നന്മകളും മുടങ്ങിപ്പോകുമ്പോഴും നിന്നെ കാക്കുന്ന, മയങ്ങാതെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന സർവശക്തനായ കർത്താവിങ്കൽ ആശ്രയം വെക്കുക, അഭയം പ്രാപിക്കുന്നവരായി മാറുക. തക്ക സമയത്ത് തീൻ കൊടുക്കുന്ന ദൈവം, തക്ക സമയത്ത് പരിപാലിക്കാൻ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് പറയുക, സകലതും നിർവഹിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നവരായി മാറുക. കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന കർത്താവിൽ ആശ്രയിക്കുന്നവരായി മാറുക. യഹോവ ഭക്തനെ മറക്കാത്ത ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക. അങ്ങനെ ആശ്രയിക്കുന്ന ഭക്തൻ ശത്രുക്കളുടെ മുൻപിലും മൃഷ്ടാന്ന ഭോജനം ഒരുക്കി തൻ്റെ ഭക്തന്മാരെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്കുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിരുമുഖത്തേക്ക് നോക്കി കർത്താവിൽ ആശ്രയിക്കുന്നവരായി മാറുക. ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും, നമ്മുടെ കോട്ടയും നമ്മുടെ പരിചയം, നമ്മുടെ പാറയും, നമ്മുടെ തലയുയർത്തുന്നവനുമാകിയാൽ അവങ്കിലേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര തുടരാൻ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.